ഇറാനെതിരെ വീണ്ടും ആക്രമണ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒന്നുകിൽ ഇറാനുമായി കരാർ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നതാണ് മുന്നറിയിപ്പ്. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ അഭിപ്രായ ഭിന്നതയെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആക്രമണ മുനമ്പിലാണ്, അല്ലെങ്കിൽ ആക്രമണം നടത്തും, അതിൽ നിന്നൊടുവിൽ പിന്മാറി എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്ന്. ഈ കരാറിലേക്ക് എത്താൻ ഇറാനുമേൽ വലിയ സമ്മർദ്ദമുണ്ടെങ്കിൽ പോലും അത് സാധ്യമാകാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇസ്രയേൽ കൂടി ആക്രമണത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ എതിർപ്പറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. ഈ ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്ക് ഈ പ്രാവശ്യം മുൻകൈ എടുത്തത് ഗൾഫ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് സൗദി, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ്. ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്, എന്നാൽ അത് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ്. പക്ഷേ നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഞായറാഴ്ചയും പിന്നീട് ചൊവ്വാഴ്ചയും ഒക്കെ നീണ്ട ടെലിഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന് നേരെ ചൊവ്വാഴ്ച നടത്താനിരുന്ന ആക്രമണങ്ങൾ മാറ്റിവെച്ചതിൽ നെതന്യാഹു വളരെ അപ്സെറ്റാണ്. ഡൊണാൾഡ് ട്രംപിനെ പ്രതിഷേധം അറിയിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ സൈനിക നടപടി പുനരാരംഭിക്കുവാൻ ഡൊണാൾഡ് ട്രംപിന്റെ മേൽ നെതന്യാഹു വലിയ സമ്മർദ്ദം ചെലുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒന്നുകിൽ ഇറാനുമായിട്ടുള്ള കരാർ, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാമെന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതോടൊപ്പം വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷയോടെ ഇരിക്കാമെന്ന് ട്രംപ് എന്നാൽ മറുവശത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാൻ വഴി മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറയുന്നത്. സമ്മർദ്ദത്തിലൂടെ ഇറാനെ കീഴടക്കാമെന്നുള്ളത് അമേരിക്കയുടെ ഒരു വ്യാമോഹം മാത്രമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പറയുന്നു. നയതന്ത്ര പരിഹാരത്തിനുള്ള എല്ലാ വഴികളും ഇറാൻ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ട്രംപിന്റെ ആക്രമണത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിനും നെതന്യാഹുവിനുമൊക്കെ എതിർപ്പും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കുന്നത്. സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ ഒരു കരാറിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. സമ്മർദ്ദം അങ്ങനെ വിലപ്പോകില്ല എന്നതാണ് ഇറാന്റെ പ്രതികരണം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.